നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ.ജെ. റീനയും സർക്കാരും തമ്മിലുള്ള ആ നിയമ പോരാട്ടത്തിൽ ഒടുവിൽ സർക്കാരിന് ആശ്വാസം. കെ.ജെ. റീനയെ സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള ട്രിബ്യൂണലിൻ്റെ വിധി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ്റെ തീരുമാനം അന്തിമമാവുകയാണ്. അതായത് കെ. മുരളീധരൻ നേരത്തെ കെ.ജെ. റീനയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ആ നടപടി ഏറ്റവും പ്രധാനമായും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിലാണ്. അതായത് അടുത്ത കൊല്ലത്തെ ശബരിമല തീർത്ഥാടന കാലത്ത് ആരോഗ്യ പ്രവർത്തകരെ അനുവദിക്കില്ലെന്നും ഇനി ആരോഗ്യ പ്രവർത്തകരെ വേണമെങ്കിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ ദേവസ്വം ബോർഡിന് ആവശ്യമെങ്കിൽ സ്വന്തം നിലയിൽ കണ്ടെത്തിക്കൊള്ളണം എന്നുമാണ് ഒരു ഉത്തരവ്, ഒരു വിചിത്രമായ ഉത്തരവ് കെ.ജെ. റീന ദേവസ്വം ബോർഡിന് നൽകിയത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും ഒന്നാണ്. കെ. മുരളീധരൻ്റെ വകുപ്പുകളാണ് ഈ രണ്ട് വകുപ്പുകളും. ഇങ്ങനെ മന്ത്രി ഒന്നായിരിക്കെ മന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ മന്ത്രിയെ അറിയിക്കാതെ ശബരിമലയിലേക്ക് ഇനി ഒരു കാരണവശാലും ഡോക്ടർമാരെയും നഴ്സുമാരെയും അയക്കില്ല തീർത്ഥാടന കാലത്ത് എന്നൊരു കത്ത് കൊടുത്തത് തീർച്ചയായും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ, അവരുടെ ആരോഗ്യം സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം പാലിക്കാനായി ആരോഗ്യവകുപ്പിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ തീർച്ചയായും ശബരിമല തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് പോലെ നിയോഗിക്കേണ്ടതുണ്ട്. എല്ലാ കൊല്ലവും അതങ്ങനെയാണ് നടന്നു വരാറുള്ളത്. എന്നാൽ കെ.ജെ. റീന വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ശബരിമല തീർത്ഥാടകരെ പോലും വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയത്. സർക്കാർ ഇങ്ങനെ ഡോക്ടർമാരെ ശബരിമലയിൽ നിന്നും പിൻവലിക്കുന്നു എന്ന തോന്നൽ മാത്രമാണ് ഈ ഒരു ഉത്തരവ് കൊണ്ടുണ്ടാകുക. സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഇത് വലിയ മങ്ങലേൽക്കും. അതുകൊണ്ട് തന്നെ മന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ കത്ത് നൽകിയത് ശരിയായില്ല എന്ന് താക്കീത് നൽകുകയായിരുന്നു. മാത്രമല്ല, ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഈ കെ.ജെ. റീനയെ സ്ഥലം മാറ്റി. പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായിട്ടാണ് സ്ഥലം മാറ്റിയത്. പകരം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ വി മീനാക്ഷിയെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അല്ലെങ്കിൽ DHSൻ്റെ ചുമതല നൽകുകയുമാണ് ചെയ്തത്. ചുമതല നൽകിയതിനെതിരെ, അതായത് തന്നെ സ്ഥലം മാറ്റിയതിനെതിരെ ഡോക്ടർ കെ.ജെ. റീന ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ ഈ ഉത്തരവ്, അതായത് സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ സ്റ്റേ വാങ്ങിയതിന് ശേഷം ഡോക്ടർ കെ.ജെ. റീന ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെത്തി ഡയറക്ടറുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പകരം നിയമിതയായിട്ടുള്ള ഡോക്ടർ വി മീനാക്ഷി ഇവർക്ക് പദവി തിരികെ നൽകാൻ തയ്യാറായില്ല. അങ്ങനെ ആരോഗ്യവകുപ്പിൽ കസേര കളി കഴിഞ്ഞ 2 ദിവസമായി തുടരുകയായിരുന്നു. ഈ കസേര കളിക്കിടയിലാണ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെതിരെ കേരള ഗവൺമെൻറ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി കേരള സർക്കാരിന് വലിയൊരു ആശ്വാസം നൽകിയിരിക്കുന്നു. അതായത് ഹൈക്കോടതി വിധി അനുസരിച്ച് ഈ ട്രിബ്യൂണലിൻ്റെ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു. അതായത് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് അതിന് നിയമപ്രാബല്യം കിട്ടുന്നു. ഡോക്ടർ കെ.ജെ. റീന സ്വന്തം പദവി ഒഴിഞ്ഞ്, അതായത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന പദവി ഒഴിഞ്ഞ് പുതുതായി നൽകിയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടർ എന്ന സ്ഥാനം ഏറ്റെടുത്തേ മതിയാകൂ. സർക്കാർ ഹൈക്കോടതിയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതായത് ഡോക്ടർ കെ.ജെ. റീനയ്ക്കെതിരെ അച്ചടക്ക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അവർക്ക് അതേ പദവി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് അത് ഇവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി തീർന്നതിന് ശേഷം നടത്തിയതാണ്. ഡെപ്യൂട്ടേഷൻ വീണ്ടും പുതുക്കി നൽകാതെ അവരെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിച്ചത്. മാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് സർക്കാരിൻ്റെ അതൃപ്തിക്ക് കാരണമായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സർക്കാരിൻ്റെ പ്രതിച്ഛായയെ പോലും നഷ്ടമാക്കുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥ തീർത്തും ഉത്തരവാദ രഹിതമായി പ്രവർത്തിച്ചത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനത്തിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും തീർത്ഥാടന കാലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അധികൃതർ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. ശബരിമല ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് മേഖലയാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളാകും പല ഘട്ടങ്ങളിലും ഉണ്ടാവുക. ഇത് നേരിടാനായി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘം അവിടെ സർവ്വസജ്ജമായിരിക്കണം. എന്നാൽ ആ ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ നഴ്സുമാരുടെയും സംഘത്തെയാണ് പിൻവലിക്കാൻ ഡോക്ടർ കെ.ജെ. റീന തയ്യാറായത്. ഈ മുൻകാലങ്ങളിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടർമാർക്കും അതുപോലെ തന്നെ
നഴ്സുമാർക്കുമൊന്നും താമസ സൗകര്യം ഒരുക്കുന്നതിനോ അവർക്ക് വേതനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും മറ്റ് അലവൻസുകളും നൽകുന്നതിനോ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടുവെന്ന് കാണിച്ചുകൊണ്ടാണ് ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല, ഇക്കൊല്ലം ഡോക്ടർമാരെ വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് അറേഞ്ച് ചെയ്യണം എന്നൊരു കത്ത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ KJ റീന ദേവസ്വം ബോർഡിന് നൽകിയത്. ഇത് സർക്കാരിനെയും ദേവസ്വം മന്ത്രിയെയും പ്രകോപിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തൻ്റെ തന്നെ 2 വകുപ്പ് മേധാവിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കത്ത് കൈമാറുന്നു. ഇത് തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയായി മാറിയിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റുന്നത്. ഈ സ്ഥലം മാറ്റ ഉത്തരവ് ശബരിമലയിലെ ആ വിവാദ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഡോക്ടർ KJ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയായിരുന്നു. വീണ്ടും ഡെപ്യൂട്ടേഷൻ പുതുക്കി നൽകുമെന്നാണ് അവർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ പുതുക്കി നൽകൽ ഉണ്ടായില്ല എന്നു മാത്രമല്ല, മറ്റൊരു പദവിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇതാണ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെട്ടതും പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലായി നൽകിയതും. എന്തായാലും സർക്കാരിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി K മുരളീധരന് പ്രത്യേകിച്ചും ഇതൊരു ആശ്വാസ വിധിയാണ്. K മുരളീധരൻ്റെ തീരുമാനമായിരുന്നു ഇവരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത്. ആ തീരുമാനം നടപ്പിലായിരിക്കുന്നു. ഈ ട്രിബ്യൂണൽ അത് താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും ഇപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് ട്രിബ്യൂണലിൻ്റെ വിധി റദ്ദാക്കിയിരിക്കുകയാണ്.